പ്രചരണ സമയത്ത് പറഞ്ഞ വാക്ക് മാറില്ല. ഞാൻ തൃശ്ശൂർ തെരഞ്ഞെടുത്ത കേരളത്തിന്റെ MP ആയിരിക്കും. സ്ഥിരമായി തൃശ്ശൂർ തീർച്ചയായും. അതായത് അദ്ദേഹം ഇനി തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ തൃശ്ശൂർക്കാരൻ അല്ല, പുറത്തു നിന്ന് വന്ന ഒരാളാണ് എന്നുള്ള തരത്തിൽ പല രീതിക്കുള്ള പ്രചരണങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള നാളുകളിലെല്ലാം തന്നെ തൃശ്ശൂരിൽ തന്നെ ഉണ്ടാകും, അത് ഒരു ഉറപ്പായി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ളൊരു ആവേശം പ്രവർത്തകരിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പലതരത്തിലുള്ള ആളുകൾ, സ്ത്രീകളും അതുപോലെ തന്നെ പ്രായമായവരും എല്ലാം തന്നെ അദ്ദേഹത്തിന് മധുരം നൽകാനും പൂക്കൾ നൽകാനും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. വലിയ ആശ്ലേഷിപ്പുകൾ നൽകുന്നു, അനുഗ്രഹങ്ങൾ നൽകുന്നു. അതെല്ലാം തന്നെ അദ്ദേഹത്തിനുള്ള ഒരു വലിയ അംഗീകാരമായി തന്നെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്. എന്തായാലും ഈ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലും വലിയ ഒരു ആവേശമായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൃശ്ശൂർ നഗരത്തിൽ വലിയ തോതിൽ മുന്നേറ്റം കാഴ്ചവെക്കാനായി BJPക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സഭാ വോട്ടുകൾ ഏറെ അധികം ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പക്ഷേ എല്ലാവരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് 15,000 വോട്ടുകളുടെ മുന്നേറ്റമാണ് സുരേഷ് ഗോപിക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് ഷെയർ ഉണ്ട് അതിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് കൃത്യമായി തന്നെ ആ ഒരു നേരത്തെ BJP ഈ സഭാ നേതൃത്വവുമായി നടത്തിയ ചർച്ചകൾ, സഭാ നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവൃത്തികൾ, അതെല്ലാം തന്നെ കൃത്യമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ കണക്കാക്കാൻ സാധിക്കുക. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉള്ളത്. ശരിയാ, തീർച്ചയായും 5 വർഷം മുൻപ് തൃശ്ശൂർ ഞാനിങ് എടുക്കുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അത് ട്രോളുകളായിരുന്നെങ്കിൽ 5 വർഷത്തിനിപ്പുറം അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. റോഡ് ഷോ നിയുക്ത MP സുരേഷ് ഗോപി തൃശ്ശൂരിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് റോഡ് ഷോയുമായി മുന്നോട്ട് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. നമുക്ക് കാണാം റോഡിൻ്റെ ഇരുവശത്തും ആളുകൾ സുരേഷ് ഗോപിയെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു, മധുരം നൽകാൻ അമ്മമാരെത്തുന്നു. അങ്ങനെ വലിയൊരു വരവേൽപ്പ് തന്നെയാണ് സുരേഷ് ഗോപിക്ക് മണ്ഡലത്തിൽ ലഭിക്കുന്നത്. ലിഷോയ്, ഇന്ന് ആദ്യം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഇന്നലെ സംസാരിച്ചപ്പോഴും ഒക്കെ സുരേഷ് ഗോപി പറയുന്നൊരു കാര്യമുണ്ട്. ജനങ്ങളാണ്, ജനസഞ്ചയം ആഗ്രഹിച്ചു, അതുകൊണ്ട് ഞാൻ MP ആയി. അതിൽ BJPക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ കൂടുതൽ അവിടെയുള്ള തൃശ്ശൂരുകാരെയാണ് എപ്പോഴും സുരേഷ് ഗോപി എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ റോഡ് ഷോയിലും നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പാർട്ടി ഭേദമന്യേ, മുന്നണി ഭേദമന്യേ തൃശ്ശൂരുകാരാണ് സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. തീർച്ചയായും. അതായത് ഈ BJP പ്രതിനിധി എന്ന രീതിക്കാണ് താൻ വിജയിച്ചത് എങ്കിൽ പോലും പക്ഷേ തന്നെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ജനങ്ങളുടെയും പിന്തുണ തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന് മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായി യാതൊരു വിധത്തിലും ഒരു ഫേവറായി ചെയ്യില്ല കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടി തന്നെ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ജനങ്ങളുടെ ഒരു പിന്തുണ തനിക്കുണ്ട്. ആ പിന്തുണയെ താൻ മാനിക്കുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ഇവിടെ എന്തായാലും ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നും BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ മാത്രം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയിലെ ആളുകളെ മാത്രം പ്രതിനിധീകരിച്ചല്ല എന്ന് പറയുമ്പോൾ പോലും ഈ റോഡ് ഷോ കടന്നു പോകുന്ന വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ ആളുകൾ, പലതരത്തിലുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിന് കൈവീശി കാണിച്ചുകൊണ്ടും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, അങ്ങനെ മറ്റ് യാതൊരു വിധത്തിലുള്ള ഭേദവുമില്ലാതെയുള്ള ആളുകൾ തന്നെയാണ് അതിലുള്ളത്. എന്തായാലും നല്ല രീതിക്കുള്ള ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ആ ഒരു വിജയം, ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് വിജയം സംഭവിച്ചതെങ്കിൽ പോലും
ഇന്നാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഘോഷങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ആ ആഘോഷങ്ങൾ ഒട്ടും പൊലിമ ചോരാതെ തന്നെയാണ് BJP നേതാക്കളും ആഘോഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. 25,000 ആളുകളോളം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. 25,000 ആളുകളെ താങ്ങാൻ കഴിയുന്ന അത്രയ്ക്കും ഒരു ജനക്കൂട്ടം എത്തിയാൽ അത് തൃശ്ശൂർ നഗരത്തെ എന്തായാലും സ്തംഭിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളിപ്പോൾ പടിഞ്ഞാറേക്കോട്ടയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. തൃശ്ശൂർ കളക്ട്രേറ്റ് ഭാഗത്തു നിന്നും പടിഞ്ഞാറേക്കോട്ടയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡ് ഷോ അത് തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളായിരിക്കും ആ പ്രദേശത്തുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. എന്തായാലും അതെല്ലാം തന്നെ നമുക്ക് അല്പസമയത്തിനകം കാണാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഈ ഒരു റോഡ് ഷോ തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ടയിലേക്കാണ് എത്തിയിരിക്കുന്നത്. 3:30 തൃശ്ശൂർ കളക്ട്രേറ്റിലേക്ക് സുരേഷ് ഗോപി എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരുന്നത്. പക്ഷേ അല്പസമയം വൈകിയാണ് അദ്ദേഹം ഈ പല സ്ഥലത്തു നിന്നുള്ള സ്വീകരണ പരിപാടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പസമയം വൈകി അദ്ദേഹം എത്തി. ആ വൈകി എത്തിയ പരിപാടിയാണെങ്കിൽ പോലും തൃശ്ശൂരുകാർ BJP പ്രവർത്തകരെല്ലാം സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്വരാജ് റൗണ്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ എത്തിച്ചേരും.